നെർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ്. എനിക്ക് തോന്നുന്നു രമേശ് ചെന്നിത്തലയുടെ ആ വാക്കുകൾ ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങൾ ഏറ്റെടുത്തിരിക്കണം. അദ്ദേഹം മോഹൻലാലിൻ്റെ ആ ഡയലോഗാണ് കടമെടുത്തതെങ്കിലും ഇന്ന് കേരളത്തിൽ ഏറ്റവും നന്നായിട്ട് പറയാൻ കഴിയുന്ന ഒരാൾ രമേശ് ചെന്നിത്തല തന്നെയാണ് എന്ന് എനിക്ക് തോന്നുന്നു എല്ലാവരും സമ്മതിച്ചൊരു കാര്യമാണ്. എന്താണ് ഈ ഓപ്പറേഷൻ തൂഫാൻ്റെ ഒരു അടുത്ത ഘട്ടം എന്ന് പറയുന്നത്? ഇപ്പോൾ തമിഴ്നാടൊക്കെ അതിന് പിന്തുണ പ്രഖ്യാപിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നത്? കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന പദ്ധതി ലഹരിക്കെതിരെ സന്ധിയില്ലാ സമരം ചെയ്യുന്ന രമേശ് ചെന്നിത്തലയുടെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു പരിപാടി. എനിക്ക് തോന്നുന്നു രാഹുലും മേഘയും കൂടി കഴിഞ്ഞ തവണ ചെയ്തിരുന്ന ഒരു വീഡിയോ റീലുകളാക്കി രമേശ് ചെന്നിത്തലയുടെ ഫാൻസ് പേജുകളിലൊക്കെ പോയിരുന്നു. ഒരു അധികാരലബ്ധിക്ക് ശേഷം പ്ലാൻ ചെയ്തൊരു പരിപാടിയൊന്നുമല്ല അത്. അവിടെയാണ് നമ്മൾ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനങ്ങളെ നമ്മൾ നോക്കിക്കാണുന്നത്. ഒരുപക്ഷെ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസാരയിലേക്ക് വി.ഡി. സതീശനോടൊപ്പമോ അല്ലെങ്കിൽ അതിന് മുകളിലോ താഴെയോ ഒക്കെയായി അർഹതയുണ്ടായിരുന്ന രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം തനിക്ക് മുഖ്യമന്ത്രി പദം കിട്ടാതെ വരികയും പകരം ലഭിച്ച ആഭ്യന്തര മന്ത്രി സ്ഥാനം അത് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തുകൊണ്ട് ജനോപകാരപ്രദമായി വിനിയോഗിക്കുന്ന ഒരു നേതാവായി നമ്മൾ രമേശ് ചെന്നിത്തല വിലയിരുത്തേണ്ടിയിരിക്കും. നോക്കൂ, രമേശ് ചെന്നിത്തലയുടെ പ്രവർത്തനങ്ങൾ അദ്ദേഹം ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ ഓപ്പറേഷനും ഈ ലഹരി വിരുദ്ധ മാസങ്ങൾക്ക് മുൻപ് തന്നെ ലഹരി വിരുദ്ധ പ്രചാരണ പരിപാടികൾക്ക് നേതൃത്വം കൊടുത്തിരുന്നു. നിയോജക മണ്ഡലം തിരിച്ചുകൊണ്ട് അദ്ദേഹം അതിനു വേണ്ടിയിട്ടുള്ള ക്യാമ്പയിനുമായി രംഗത്തിറങ്ങി എന്നുള്ളതാണ്. നമുക്ക് ഒരു ഇലക്ഷൻ മുന്നിൽ വന്ന് നിൽക്കുന്നു. 10 വർഷക്കാലം പ്രതിപക്ഷത്തിരുന്നൊരു പാർട്ടി, ആ പാർട്ടി അധികാരത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി മറ്റെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. പക്ഷെ അദ്ദേഹം തിരഞ്ഞെടുത്തത് ലഹരിക്കെതിരെ പോരാടുക എന്ന സന്ദേശം മുന്നോട്ട് വെക്കുക എന്നുള്ളതാണ്. ഈ ഒരു സന്ദേശം ഏറ്റെടുത്ത എത്രയോ കുടുംബത്തിലെ സ്ത്രീ മനസ്സുകളുണ്ട്, നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. എത്രയോ സ്ത്രീ മനസ്സുകളുണ്ട്. ഒരു 6 മാസം നമുക്ക് പിന്നോട്ട് പോകും. 6 മാസം പിന്നോട്ട് പോയി വാർത്താ ഫീഡുകൾ, ന്യൂസ് പേപ്പർ കട്ടിങ്ങുകൾ എടുത്തു നോക്കൂ. കഞ്ചാവ് അടിച്ചിട്ടും MDMA അടിച്ചിട്ടും രാസലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടും ലഹരിയുടെ പുറവിൽ അമ്മയെ തല്ലിക്കൊന്നവൻ, വീട്ടിലെ ആളുകളെ മുഴുവൻ തലക്കടിച്ച് കൊലപ്പെടുത്തിയവൻ, വിഷം കൊടുത്തു കൊന്നവൻ, അയൽവക്കക്കാരൻ്റെ കാല് വെട്ടി ഒടിച്ചവൻ, അയൽവക്കക്കാരൻ്റെ വേലി പൊളിച്ചവൻ, വാഹനം തല്ലി തകർത്തവൻ, അങ്ങനെ എത്ര വാർത്തകൾ നമുക്ക് കാണാൻ സാധിക്കും. ലഹരി ഉപയോഗിച്ച് ആൺപെൺ വ്യത്യാസമില്ലാതെ നടു റോഡിൽ പോലീസിന് അസഭ്യം പറഞ്ഞുകൊണ്ട് ഉടുമുണ്ടഴിഞ്ഞ് നൃത്തം ചവിട്ടിയ എത്രയോ കഥകൾ, എത്രയോ വാർത്തകൾ നമുക്ക് വായിക്കാൻ കഴിയും. ഇന്ന് ഇത്തരം വാർത്തകൾ പരിമിതമായി കുറഞ്ഞിരിക്കുന്നു. സംഭവിക്കുന്നില്ല എന്നുള്ളതല്ല, പരിമിതമായി കുറഞ്ഞിരിക്കുന്നു. ഒരു ഭയം ആളുകളിലേക്കൊക്കെ ജനിപ്പിക്കാൻ ഈ ഓപ്പറേഷൻ തൂഫാന് സാധിച്ചു. തൂഫാൻ എന്നാൽ കൊടുങ്കാറ്റ് എന്നുള്ളതാണ്. എന്ത് കൊടുങ്കാറ്റാണ്? ലഹരിക്കെതിരെയുള്ള ഒരു വലിയ കൊടുങ്കാറ്റിന് തുടക്കം കുറിച്ചു വെച്ചിരിക്കുന്നു കേരള സർക്കാർ. അതിന് രമേശ് ചെന്നിത്തല നേതൃത്വം കൊടുക്കുന്നു. വി.ഡി. സതീശൻ അടക്കമുള്ള നേതൃത്വം അദ്ദേഹത്തിന് പൂർണ്ണ സപ്പോർട്ടോട് കൂടി നിൽക്കുന്നു. ഞാൻ ചോദിക്കുന്നത്, 10 വർഷക്കാലവും കേരളത്തിൽ ഈ പറയപ്പെടുന്ന ആഭ്യന്തര വകുപ്പ് തന്നെയല്ലേ ഉണ്ടായിരുന്നു? ഈ പറയപ്പെടുന്ന SI-മാരും CI-മാരും DVSP-മാരും SP-മാരും ADGP-മാരും DGP-മാരും ഒക്കെ തന്നെയായിരുന്നില്ല ഉണ്ടായിരുന്നത്? ഈ പുതിയ സർക്കാർ വന്നിട്ട് പുതിയ ടീമിനെ ഒന്നും റിക്രൂട്ട് ചെയ്തിട്ടൊന്നുമില്ലല്ലോ. ഈ പോലീസ് സ്റ്റേഷനുകൾ, ഈ പരിമിതമായ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന സാഹചര്യങ്ങൾ, ഈ വാഹനങ്ങൾ, ഈ സ്കൂളുകൾ ഒക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത്. 10 വർഷക്കാലം ലഹരിക്കെതിരെ എന്തെങ്കിലും ഒരു ചെറുവിരലനക്കാൻ പിണറായി വിജയൻ സർക്കാരിന് സാധിച്ചിട്ടുണ്ടോ? 10 വർഷക്കാലവും ആഭ്യന്തരമന്ത്രിയുടെ കസേരയിലിരുന്ന പിണറായി വിജയൻ സാധിച്ചിട്ടുണ്ടോ? കേവലം 2 മാസങ്ങൾ മാത്രമാകുന്ന ഒരു സർക്കാരിൽ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന പരിണിതപ്രജ്ഞനായ ദീർഘവീക്ഷിയായ ഒരു രാഷ്ട്രീയ നേതാവ് ആഭ്യന്തരമന്ത്രിയുടെ കസേരയിൽ ഇരുന്ന് 2 മാസക്കാലം കൊണ്ട് ഈ ലഹരി ഉപയോഗിച്ചാൽ കേരളത്തിൽ ലഹരി കൊണ്ടു നടന്നാൽ പണി കിട്ടുമെന്നൊരു ഭയം ജനിപ്പിക്കാൻ രമേശ് ചെന്നിത്തലയ്ക്ക് സാധിച്ചു. അതാ ടീമിന്റെ, ഫുൾ ടീമിന്റെ വർക്ക്. അവിടെ മറ്റൊരു മാറ്റം കൂടിയുണ്ടോ എന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങ് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ആയിട്ടുള്ള അമിത്ഷയെ കാണാൻ പോവുകയാണ് രമേശ് ചെന്നിത്തല. എന്തിനു വേണ്ടിയിട്ടാണ്? ഇത്തരത്തിലുള്ള നിയമങ്ങളിൽ ഭേദഗതി വരുത്തുന്നത്. കാരണം ഈ ലഹരി പിടിച്ച ആളുകൾ പെട്ടെന്ന് തന്നെ ഇപ്പോൾ കഞ്ചാവുമായിട്ട് ചെറിയ ഗ്രാമിലായിരിക്കും അവർ കൊണ്ടുപോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ലഹരി കൊണ്ടുപോകുന്ന ആളുകളെ പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവർ ഇറങ്ങിപ്പോകുന്നു. മാത്രമല്ല, 3ലധികം ലഹരി കേസുകളിൽപ്പെട്ട സ്വത്ത് കണ്ടെത്താനുള്ള നിയമ ഭേദഗതിയിലേക്ക് പോകുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ട്. ഈ കുറെ പേരൊക്കെ ചോദിച്ചൊരു ചോദ്യം എനിക്ക് അറിവുണ്ട്. പെരുമ്പാവൂരിൽ മാത്രമാണോ ഈ ലഹരി പിടുത്തം എന്നുള്ളത്? അങ്ങനെയല്ല. പെരുമ്പാവൂരിലെ ലഹരി മാഫിയക്കെതിരെ വിരലനക്കാൻ അവിടുത്തെ കേരള പോലീസിനും ഇവിടുത്തെ സിസ്റ്റത്തിനും ഭയമായിരുന്നു. പെരുമ്പാവൂരിലെ ഭായി മാർക്കറ്റിലും പെരുമ്പാവൂരിലെ മാർക്കറ്റുകളിലേക്ക് ക്യാമറയുമായി കടന്നു ചെല്ലുന്ന യൂട്യൂബർമാർക്കും മാധ്യമപ്രവർത്തകർക്കും ഭയമായിരുന്നു. ഏത് നിമിഷവും അരയിലേക്ക് ഒരു കത്തി തുളച്ചു കയറാം എന്നൊരു ഭയമുണ്ടായിരുന്നു. ആ ഭയത്തെയാണ് അവിടെ മാറ്റം ചെയ്തത്. അതുകൊണ്ടാണ് പെരുമ്പാവൂർ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായത്. ഈ പറയപ്പെടുന്ന ഗണേഷ്, ശംഭു, ഗുഡ്ക പോലെയൊക്കെയുള്ള പുകയില വസ്തുക്കളെ പറ്റി അല്ല സംസാരിക്കുന്നത്.
ഹാഷിഷ് ഓയിലും ഹെറോയിലും MDMA-യും സ്റ്റാമ്പും അടക്കമുള്ള രാസലഹരി പദാർത്ഥങ്ങൾ അവിടെ സജീവമായിരുന്നു. ലഹരിയുടെ പ്രശ്നം എന്താ? ഈ ലഹരി അടിച്ചിട്ട് ഈ ഉമ്മാരെ കാട്ടിക്കൂട്ടുന്ന പ്രശ്നങ്ങൾ മാത്രമാണോ? എയ്ഡ്സ് എന്ന് പറയുന്ന മാരക വിപത്ത് വലിയ രീതിയിൽ അവിടെ പടർന്നു പിടിക്കുന്നുണ്ട്. ഒരേ സിറിഞ്ചിൽ നിന്നാണ് ഇവർ പകരുന്നത്. എന്നിട്ട് അവിടെ പെണ്ണും മദ്യവും മയക്കുമരുന്നും കഞ്ചാവും അടക്കമുള്ള സകലതും ലഭ്യമായ ഒരു കേന്ദ്രം അതായിരുന്നു പെരുമ്പാവൂർ. അവിടെ ഒരു ശമനം സംഭവിച്ചിരിക്കുന്നു. ഇവിടെയൊക്കെ ലഹരിയുമായി എത്തുമ്പോൾ ഭയം. ഞാൻ പറഞ്ഞില്ല, ഞാൻ പറയാം, കഴിഞ്ഞ ദിവസം എന്നെ ഒരു സുഹൃത്ത് വിളിച്ചു ചോദിച്ചു, കേരളത്തിലെ അവസ്ഥയൊക്കെ ഇപ്പോൾ എങ്ങനെയാണ്? ഞാൻ എന്താണ് പറ്റിയത്? ഗൾഫിൽ നിന്നാണ് വിളിക്കുന്നത്. ഇല്ല, ഞാൻ നാട്ടിൽ വരുന്നുണ്ട്, എൻ്റെ പഴയ കൂട്ടുകാരുമായിട്ടൊക്കെ ഒന്ന് കൂടണമെന്നുണ്ട്. ഞങ്ങൾ എല്ലാ തവണയും കൂടുമ്പോൾ ഞങ്ങളുടേതായ ചില കുസൃതികളൊക്കെ ഒപ്പിക്കാറ്. ഞാൻ ഇത്തവണ കുസൃതിക്കുള്ള സ്കോപ്പ് അതുകൊണ്ടാണ് വിളിച്ചു ചോദിച്ചത്. ഞാൻ കുസൃതിക്ക് സ്കോപ്പ് ഒന്നുമില്ല. ഇനി കുസൃതി ഒപ്പിക്കണമെങ്കിൽ കേരള സർക്കാർ അനുവദിച്ചു കൊടുത്തിട്ടുള്ള ബീവറേജ് ഔട്ട്ലെറ്റുണ്ട്. അവിടെ നിന്ന് 2 കുപ്പി വാങ്ങി പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ എവിടെയെങ്കിലും റൂം എടുത്ത് കള്ളു കുടിച്ചിട്ട് അവിടെ കിടന്ന് ഉറങ്ങുക. അല്ല, പുറത്തിറങ്ങി കുമ്മളം കാണിക്കാൻ വന്നാൽ എന്ത് സംഭവിക്കും? പിടിച്ചകത്തിടും. ജാമ്യമില്ലാത്ത വകുപ്പായിരിക്കും. കാരണം ഇന്ന് കേരളം ഭരിക്കുന്നത്, കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് രമേശ് ചെന്നിത്തലയാണ്. ലഹരിക്കെതിരെയാണ് അദ്ദേഹത്തിൻ്റെ പോരാട്ടം. ആ ഭയം, ആ വിളിച്ചു ചോദിക്കാറുണ്ടാകുന്ന ഒരു ഭയമുണ്ടല്ലോ, അതൊരു ഒരു 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 ചെറിയ കാര്യമൊന്നും അല്ല എന്നുള്ളത്. ഇനി വിഷയത്തിലേക്ക് വരാം. ഇന്ന് തമിഴ്നാട് സർക്കാർ പറഞ്ഞിരിക്കുന്നു പൂർണ്ണമായ സപ്പോർട്ട് ഓപ്പറേഷൻ തൂഫാൻ. കാരണം എന്താ? ഈ ലഹരി മരുന്നുകളിലെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളിൽ കൂടുതലും കേരളത്തിൻ്റെ അതിർത്തി കടന്നു വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. ഇത് ഈ ഉത്തർപ്രദേശ് പോലെയുള്ള, അല്ലെങ്കിൽ ആസാം പോലെയുള്ള, ബംഗാൾ പോലെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് അതിഥി തൊഴിലാളികൾ കൊണ്ടുവരുന്നത് കൂടാതെ ഇവിടുത്തെ ഏജന്റുമാർക്ക് ഇത് ബൾക്കായിട്ട് ലഭിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. തമിഴ്നാട് പോലെയുള്ള ഇപ്പോൾ തെങ്കാശി ബോർഡർ, വാളയാർ ബോർഡർ ഒക്കെ കടന്ന് കൊണ്ടുവരാൻ എളുപ്പം. അവിടേക്ക് ഇത് സുലഭമായി ലഭിക്കുന്ന ഒന്നാണ്. ഇപ്പോൾ രാഹുലും ഞാനും ഒക്കെ പുനലൂരിനടുത്ത് താമസിക്കുന്ന കുടുംബ വീടുകളുള്ള ആളുകളാണ്. നമുക്കൊരു 1 മണിക്കൂർ ഡ്രൈവ് ചെയ്താൽ ഒരു പക്ഷേ വളവ് കഴിഞ്ഞ് തമിഴ്നാട് അതിർത്തി കിടക്കും. തമിഴ്നാട് അതിർത്തി കടന്നാൽ ഈ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളൊക്കെ വളരെ സജീവമായി അവിടെ ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും തമിഴ്നാട് സർക്കാർ കൂടി ഇതുകൊണ്ട് സഹകരിക്കുകയാണെങ്കിൽ തമിഴ്നാട് വഴിയുള്ള ലഹരിക്കടത്തിന് വലിയൊരു അന്ത്യം കുറിക്കാൻ സാധിക്കും. ഇവിടെ തുടങ്ങിയത് എവിടെയാണ്? ഉപയോഗിക്കുന്നവരിൽ നിന്ന്. ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം കുറയ്ക്കുക എന്നൊരു പദ്ധതിയിൽ നിന്ന് ഇനി അത് ഇവിടേക്ക് എത്തിക്കുന്നവരിലേക്ക്, അവിടെ നിന്ന് ഇതിൻ്റെ റൂട്ട് എവിടെയാണ്, ഇതിൻ്റെ അടിവേരെവിടെയാണ്, ആ അടിവേരിലേക്കുള്ള യാത്രയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയായിരിക്കുന്ന ജോസഫ് വിജയ്, വി ഡി സതീശൻ സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് അദ്ദേഹത്തിന് സുരക്ഷാ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് എത്താൻ സാധിച്ചില്ല. മോഹൻലാൽ പങ്കെടുക്കുന്ന ഓപ്പറേഷൻ തൂഫാന്റെ കൊച്ചിയിൽ നടക്കുന്ന പരിപാടിയിൽ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് നേരിട്ടെത്തും എന്നറിയിച്ചിട്ടുണ്ട്. അതൊരു വലിയ സംവിധാനമാണ്, വലിയൊരു സംഭവമാണ്. നമുക്ക് ഒരു സംസ്ഥാന സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനൊന്നുമല്ല, ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ പരിപാടിക്ക് എത്തുന്നു. ആരാ ബ്രാൻഡ് അംബാസഡർ? ആരാണ് ബ്രാൻഡ് അംബാസഡർ? ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന മഹാനടൻ മോഹൻലാൽ. മലയാളത്തിൻ്റെ സ്വകാര്യ അഹങ്കാരമായിരിക്കുന്ന മോഹൻലാലാണ് കേരളത്തിലെ ആദ്യത്തെ തൂഫാൻ വാരിയർ. അദ്ദേഹമാണ് ഇതിൻ്റെ ബ്രാൻഡ് അംബാസഡർ. ഈ മോഹൻലാലിനൊപ്പം ഇവിടുത്തെ താരങ്ങൾ മുഴുവൻ അണിനിരക്കുന്നുണ്ട്. മമ്മൂട്ടി അടക്കമുള്ള മറ്റു താരങ്ങളെല്ലാം അണിനിരക്കുന്നുണ്ട്. എല്ലാവരെയും തൂഫാൻ വാരിയർ ആക്കുകയാണ്. മാധ്യമപ്രവർത്തകരെ, സിനിമാക്കാരെയൊക്കെ തൂഫാൻ വാരിയർ ആക്കുകയാണ്. ഒരാളെ കുറിച്ച് പറയുമ്പോൾ എനിക്കറിയാം, അവനെ ഞാൻ ക്യാരവാനിൽ കയറി തൂക്കാനും എനിക്കറിയില്ല, അറിയാം എന്ന് പറയാനുള്ള ആർജവം രമേശ് ചെന്നിത്തല ഇവിടെ കാണിക്കുന്നത്. ഇതിനപ്പുറത്തേക്ക് ഇനി കർണാടകയാണ്. ബാംഗ്ലൂരിൽ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളാണ് ഏറ്റവും കൂടുതൽ ഈ സാധനങ്ങൾ ഉപയോഗിക്കുന്നത്. ഞാനും പറയാം, ഞാൻ കോയമ്പത്തൂർ പഠിച്ച ഒരാളാണ്. ഞാൻ ഡിഗ്രി ചെയ്ത് കോയമ്പത്തൂർ. അന്ന് സുലഭമായി ഞങ്ങളുടെ ക്യാമ്പസുകളിൽ, ഞങ്ങൾ താമസിക്കുന്ന ഇടങ്ങളിലൊക്കെ ഈ പറയപ്പെടുന്ന കഞ്ചാവ് ലഭ്യമായിരുന്നു. 200, 250, 300, 350, 400 രൂപയ്ക്ക് ജാദു എന്ന വിളിപ്പേരിലുള്ള കഞ്ചാവ് പൊതികൾ കുട്ടികളിലേക്ക് എത്തുന്നത് വളരെ എളുപ്പമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും 3 വർഷത്തേക്ക്, 4 വർഷത്തേക്ക്, 5 വർഷത്തേക്ക് ഇവിടങ്ങളിൽ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് സുലഭമായി ലഭിക്കുന്ന ഈ സാധനം തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ അവർക്ക് അത് ഇല്ലാതെ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകുന്നു. അപ്പോൾ ക്ലീൻ ക്യാമ്പസുകൾ തമിഴ്നാട്ടിൽ ഒരുക്കാൻ സാധിച്ചത് അവിടെ ഈ പറയപ്പെടുന്ന മലയാളികൾ മാത്രമല്ല കേട്ടോ, അവിടെ പഠിക്കാൻ വരുന്ന തമിഴ്നാട്ടിൽ നിന്നുള്ളവർ, അന്യ രാജ്യങ്ങളിൽ നിന്ന്, ഭൂട്ടാൻ, നേപ്പാൾ പോലെയൊക്കെയുള്ള അന്യ രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുണ്ട്. ഇവരൊക്കെ ഇത് സ്ഥിരമായി ഉപയോഗിക്കും. ഭൂട്ടാനിലൊക്കെ ഇത് വളരെ സജീവമായി ലഭിക്കുന്ന ഒന്നാണ്. അവർക്കതൊരു പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. എങ്കിൽ പോലും ഞാൻ പറയുകയാണ്, തമിഴ്നാട്ടിലെ ക്യാമ്പസുകളിൽ നിന്ന് ഇത് തുറച്ചു നീക്കപ്പെട്ടാൽ മലയാളി വിദ്യാർത്ഥികൾക്ക് തമിഴ്നാട് ക്യാമ്പസുകളിൽ പോകുമ്പോൾ അവിടെ പോകുമ്പോൾ ഇത് ഉപയോഗിക്കാനുള്ള സാഹചര്യം കുറഞ്ഞാൽ സ്വാഭാവികമായും പഠിക്കാൻ വിട്ടവൻ പഠിച്ചിട്ട് തിരിച്ചു വരുന്നൊരു സാഹചര്യം ഉണ്ടാവും. ഇനി ബാംഗ്ലൂരേക്ക് പോയാൽ രാസലഹരികളുടെ കേന്ദ്രങ്ങളായി മാറുന്നത് ബാംഗ്ലൂരാണ്. അവിടെ സജീവമായി ലഭിക്കുന്ന ഒന്ന്. കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് സർക്കാരാണ്. കർണാടകയുടെ മുഖ്യമന്ത്രിയുടെ പേര് DK ശിവകുമാർ എന്നാണ്. രമേശ് ചെന്നിത്തലയുമായും കേരളത്തിലെ നേതൃത്വവുമായി വലിയ രീതിയിൽ അടുപ്പം സൂക്ഷിക്കുന്ന നേതാവാണ്. അപ്പോൾ സ്വാഭാവികമായും അവരുടെയും സഹായം തേടിയിട്ടുണ്ട്. അവരും പൂർണ്ണമായ സഹകരണം അറിയിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഈ പറയപ്പെടുന്ന ജോസഫ് വിജയും മോഹൻലാലും പങ്കെടുക്കുന്ന പരിപാടിയിലേക്ക് DK ശിവകുമാർ വന്നേക്കാം, എനിക്കറിയില്ല. അതിനുള്ള നീക്കങ്ങൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ സ്വാഭാവികമായും തെന്നിന്ത്യയിൽ ഈ കർണാടക തമിഴ്നാട് മേഖല കൂടി ഒപ്പം നിന്നാൽ
ഇതൊരു വലിയ സംവിധാനമായി മാറും. അതിനുശേഷം അമിത്ഷായെ കാണുന്നു, രാജ്യം മുഴുവൻ അത്തരത്തിലുള്ള നിയമ ഭേദഗതി വരുന്നു. കേരളത്തിൽ നിന്ന് തുടങ്ങുന്ന പുതിയൊരു കൊടുങ്കാറ്റ്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിൽ വന്ന് യൂട്യൂബർമാരായ ഒരുപാട് പേരുണ്ട്, അറിയാമോ? ഇവരൊക്കെ ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാന് വേണ്ടി വീഡിയോ ചെയ്യുന്നു. ഉത്തർപ്രദേശിലൊക്കെ പോയിട്ട് കഞ്ചാവ് തോട്ടമൊക്കെ നശിപ്പിച്ചിട്ട് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമാണെന്ന് അഭിമാനത്തോടെ പറയുന്ന ആളുകൾ രമേശ് ചെന്നിത്തല മാജിക്കാണ്. അതെ, ഇത് രമേശ് ചെന്നിത്തല മാജിക്കാണ്. അത് 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്ന ഉത്തമ ബോധ്യത്തോടുകൂടി അതിന് മാസങ്ങൾക്ക് മുമ്പേ പ്ലാൻ ചെയ്തൊരു ക്യാമ്പയിൻ ആരംഭിച്ച് അധികാരത്തിലെത്തിയ ആഭ്യന്തരമന്ത്രി കസേരയിൽ കയറി ഇരുന്നുകൊണ്ട് ആദ്യം പ്രഖ്യാപിച്ച പദ്ധതിയുടെ പേര് തൂഫാനാണെന്ന്. ആ തൂഫാൻ കൃത്യമായി നടപ്പിലാക്കാൻ അദ്ദേഹം നേതൃത്വം കൊടുക്കുന്നുണ്ട്. കൈയടിക്കണം. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് കൈയടിക്കുന്നുണ്ട് മനസ്സുകൊണ്ട് വീട്ടിലെ അമ്മമാർ, മക്കളുള്ളവർ. പണ്ടൊക്കെ ആൺമക്കളെ പേടിച്ചാൽ മതിയായിരുന്നു. ഇന്ന് തൂഫാനുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്നതിൽ നല്ല സുന്ദരികളായ, വിദ്യാസമ്പന്നരായ, തൊഴിലുള്ള എത്രയോ വിദ്യാർത്ഥിനികൾ, അല്ലെങ്കിൽ എത്രയോ സ്ത്രീജനങ്ങൾ. നോക്കൂ, നമ്മൾ ഞെട്ടിപ്പോകുന്ന കാഴ്ചയാണ്. കഴിഞ്ഞ ദിവസം ഒരു അധ്യാപികയാണ് അറസ്റ്റ് ചെയ്തത്, അധ്യാപികയെ. അപ്പോൾ സ്വാഭാവികമായും ഇതിനൊക്കെ ഒരു ശമനം വരണം. നാട് നന്നാകട്ടെ, തൂഫാൻ നീണാൾ വാഴട്ടെ, രമേശ് ചെന്നിത്തല ആയുരാരോഗ്യ സൗഖ്യങ്ങളോടുകൂടി നാട് ഭരിക്കും. തീർച്ചയായിട്ടും. അതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ കേരളത്തിലെ പബ്ബുകൾ കേന്ദ്രീകരിച്ച് കേരളത്തിൽ നടന്നുകൊണ്ടിരുന്ന നൈറ്റ് പാർട്ടികൾ, ഈ നൈറ്റ് പാർട്ടികളിൽ വലിയ ഒരു വിഭാഗം കുറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നൈറ്റ് പാർട്ടികളുടെ എണ്ണം വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഈ തൂഫാന്റെ ഒരു ഇമ്പാക്റ്റ് കൂടിയല്ലേ? അത് ഉറപ്പായിട്ടും. നൈറ്റ് പാർട്ടികൾ വേണം, സ്വാതന്ത്ര്യം വേണം എന്നൊക്കെ, അതിലൊന്നും നമ്മൾ ആരും എതിരൊന്നും അല്ല. പക്ഷെ അവിടെ ഒഴുകിക്കൊണ്ടിരുന്ന വലിയ ലഹരി, ആ ലഹരി മാഫിയയ്ക്ക് പിടിവീഴുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, കൊച്ചിയിലൊക്കെ ജോലിക്ക് വരുന്ന ഒരാൾ, അയാൾ ലഭിക്കുന്ന ശമ്പളം നമുക്കറിയാം ഒരു 30,000 രൂപ, 40,000 രൂപ, 20,000 രൂപയ്ക്കൊക്കെ വരുന്നത്. പക്ഷെ ഇവരുടെയൊക്കെ ജീവിതം കണ്ടാൽ വളരെ ആർഭാടപരമായ ജീവിതമാണ്. എവിടെ നിന്ന് വരുമാനം വരുന്നു? അപ്പോൾ വരുമാനത്തിന് വേണ്ടി ഡ്രഗ് ഡീൽ ചെയ്യുന്ന എത്രയോ പേർ. പുറത്ത് പകല് മാന്യമായ തൊഴിലാണ്, രാത്രിയാകുമ്പോൾ ഇതാണ് പണി. ഇതിനൊക്കെ ശമനം വരട്ടെ രാഹുലെ, കാത്തിരിക്കാം.